നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളെ ഒരു അവസരത്തിൽ നിങ്ങൾ കാണേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. നിങ്ങൾ അവനോട് സംസാരിക്കുകയും അവനും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ അവനെ വിട്ടുപോകുന്നു. പോകുമ്പോൾ 12 ദിവസത്തിന് ശേഷം, അല്ലെങ്കിൽ 13 ദിവസത്തിന് ശേഷം, അല്ലെങ്കിൽ 11 ആഴ്ച കഴിഞ്ഞ് ആരോ വരുന്നു, എന്താ പറയണേ, അവൻ മരിച്ചൊരു മാസമായി, നീ ആരോടാ സംസാരിച്ചത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെയായിരിക്കും? ചോദിക്കുന്നതിൻ്റെ ഒരു രീതിയുള്ളവരെ. ഇതുപോലെയുള്ള ഒരു യഥാർത്ഥ സംഭവത്തെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഷോയിൽ കാണാൻ പോകുന്നത്. വെൽക്കം ടു അവർ ഷോ ഡെവിൾ കിച്ചൻ. ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മിസ്റ്റർ പ്രഭാകരൻ. നമ്മുടെ ഡെവിൾസ് കിച്ചണിൽ പല കഥകളും യഥാർത്ഥ സംഭവങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഭയാനകമായ അനുഭവം എന്നോട് പങ്കുവെക്കുമെന്ന് ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഏകദേശം 20 മുതൽ 30 കഥകൾ എന്നെ ഇൻസ്റ്റഗ്രാമിൽ എത്തി. അതിൽ ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ഡോക്ടർ, അവർ ഡോക്ടറാണ്. അവരുടെ സ്കൂൾ ജീവിതത്തിൽ സംഭവിച്ച ഒരു യഥാർത്ഥ ഭയാനക അനുഭവം എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ആ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് കഥയിൽ കാണാൻ പോകുന്നത്. ആണോ? വാ, കഥയുടെ ലോകത്തേക്ക് പോവാം. ചിത്രം. അവൻ പഠിച്ച സ്കൂളില് അത് കൾച്ചറൽ സീസൺ ആയിരുന്നു. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവധി പ്രഖ്യാപനം ഉണ്ടായിരുന്നു. 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകളൊന്നും നടക്കില്ല. ആ സമയത്താണ് സ്കൂൾ മാനേജ്മെന്റ് ഒരു കർശനമായ കാര്യം വിദ്യാർത്ഥികൾക്ക് പറഞ്ഞത്. 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാവരും നിർബന്ധമായും പങ്കെടുക്കണം. കൾച്ചറൽ പ്രോഗ്രാമിൽ നിന്ന് പങ്കെടുക്കണം. അത് ഡാൻസ് ആയിരിക്കാം, ആക്ടിംഗ് ആയിരിക്കാം, മിമിക്രി ആയിരിക്കാം, സ്കിച്ച് ആയിരിക്കാം. ഇവിടെ പറയണ ഈ പരിപാടികളിൽ ഏതെങ്കിലും ഒന്നില് അവർ നിർബന്ധമായും പങ്കെടുത്തിരിക്കണം എന്നാ പറഞ്ഞത്. അപ്പോ നമുക്ക് ഈ കഥ പറയുന്ന ആ പയ്യനുണ്ട് അല്ലേ, ഡോക്ടർ ഉണ്ട് അല്ലേ, അവനും അവന്റെ ഫ്രണ്ടും ഇരുവരും 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ 3 പയ്യന്മാരും കൾച്ചറൽ ആക്ടിവിറ്റീസിൽ സ്കിറ്റിന് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്യുന്നത് മാത്രമല്ല, അവര് സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സെലക്ട് ആയ പയ്യന്മാരെല്ലാവരും സന്തോഷത്തോടെ അവരുടെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങൾ കൾച്ചറൽസിൽ പങ്കെടുത്താൽ ഇങ്ങനെ സംഭവിക്കാമെന്ന് കാണാം. അങ്ങനെ സ്കൂളിൽ വിട്ടുവിടും. അതുകൊണ്ട് സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായിരിക്കും. അങ്ങനെ വിട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ക്ലാസ്സിലേക്കും പോയി എന്തെങ്കിലും വരയ്ക്കുക, എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ബെഞ്ചിലിരുന്ന് താളം അടിക്കുക, അല്ലെങ്കിൽ കാണാതെ പാടുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതായ സിംഗിങ്, ഡാൻസ്, എന്തെങ്കിലും ഒന്നൊന്നായി ചെയ്യുക. ഇങ്ങനെ ഈ 3 പേരും ചെയ്യുന്നു. എല്ലാ ക്ലാസ്സുകളിലേക്കും പോയി എന്തെങ്കിലും ചെയ്യുക, വരയ്ക്കുക, ഇങ്ങനെ ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ അവരെ ക്ലാസ് തന്നെയാണ് 7B എന്ന ക്ലാസ്സിനുള്ളിൽ ഈ 3 പേരും എൻട്രാക്കായി പോയി. ചോക്ക് പീസ് കൊണ്ട് കുറുക്കി വരയ്ക്കുകയാണ്. അത് ആ സമയത്താണ് 3 പേരില് ഒരാൾ മച്ചാൻ. അവിടെ അവസാന ബെഞ്ചില് ഒരു പെൺകുട്ടി കിടന്നിരിക്കുന്നു. ഇനിയും വ്യക്തമല്ല, കരയുന്ന പോലെ തോന്നുന്നു. ഇനി എന്താണ് പറയണേന്ന് അറിയില്ല. കൾച്ചറൽസ് സമയത്ത് 7th ക്ലാസ്സിൽ ആരും ഇല്ലല്ലോ. ആ പെൺകുട്ടി ആരെന്ന് പറഞ്ഞ് അവർക്കിടയിൽ സംഭാഷണം നടക്കുമ്പോഴാണ് നമ്മുടെ ഡോക്ടർ പെട്ടെന്ന് വന്ന് നമ്മൾക്ക് കഥ അയച്ചതല്ലേ. അവര് വന്ന് ചോദിക്കുന്നു, ഹലോ, ഹൂസ് ദിസ്? ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചപ്പോ, ഞാൻ ഈ ക്ലാസ്സിലാ പഠിക്കണേ, എൻ്റെ പേര് മരിയ, എനിക്ക് കുറച്ച് തലവേദനയുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് വിശ്രമിക്കുകയാണ്, ദയവായില്ലേ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് മടയുന്നു. അപ്പോൾ ഈ 3 പേരും ഒക്കെ ശരി, സോറി എന്ന് പറഞ്ഞ് അവരുടെ ജോലി നോക്കി പുറത്തേക്ക് പോകുന്നു. അങ്ങനെ കൾച്ചറൽസ് അവസാനിക്കുന്നു. കൾച്ചേഴ്സ് കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂളിൽ വന്ന് എല്ലാവരും അസംബ്ലി ഹാളിൽ ഒത്തുചേരുന്നു. ആ സമയത്ത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഒരു കാര്യം പരസ്യമായി തുറന്ന് സമ്മതിക്കുകയുണ്ടായി. പറയുമ്പോ തന്നെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരിക്കും. ഒരു പെൺകുട്ടിയാ ഫോട്ടോ അസംബ്ലി ഹാളിലേക്ക് കൊണ്ടുവന്ന് സ്കൂൾ ഭരണസമിതി അത് വിറ്റിനും. അവൻ സംസാരിക്കാൻ തുടങ്ങുന്നു. ഈ പെൺകുട്ടിയുടെ പേര് മരിയ. 7ാം ക്ലാസ് ഈ സെക്ഷനിൽ പഠിക്കുന്ന ഈ മരിയ കഴിഞ്ഞൊരു മാസമായി ബ്രെയിൻ ട്യൂമർ കാരണം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയുള്ളത്.
അവള് മരിച്ചിപ്പോ 5 ദിവസം കഴിഞ്ഞു. അങ്ങനെ പറയുമോ? ആ 3 കുട്ടികളും ആ ക്ലാസ്സിൽ പോയി കണ്ടില്ലേ? മരിയക്ക് തലവേദനയായിരുന്നു. ആ പെൺകുട്ടി അവർ കണ്ടത് 3 ദിവസമേ ഉള്ളൂ. പക്ഷെ അസംബ്ലി ഹാളിൽ അവർ പറഞ്ഞത് ആ പെൺകുട്ടി മരിച്ച 5 ദിവസം കഴിഞ്ഞു എന്നാ. ഒരു കുട്ടിക്ക് ബോധം നഷ്ടായി അസംബ്ലി ഹാളില്. എന്തോ പറഞ്ഞ് എല്ലാവരും വന്ന് ആ കുട്ടിയെ ഉയർത്തുമ്പോ ഈ രണ്ടുപേരും വന്ന് പേയോട് സംസാരിക്കുന്നവരെ പോലെ എന്ത് പറയണമെന്ന് നിങ്ങൾ ആ സ്ഥിതിയിലായിരുന്നാൽ നിങ്ങൾ എന്തു പറയും? അവർക്ക് എന്തും സംസാരിക്കാൻ കഴിയും. ഈ സ്ഥലത്ത് നിന്ന് എനിക്കൊരു സംശയം ഉണ്ടായി. അതായത് ആ കുട്ടികൾ നേരത്തെ തന്നെ ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടാകാമല്ലോ. ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്, അതിനാൽ കണ്ടിട്ടുണ്ടാകാം. അവരുടെ കൽപ്പനയിലും ആ പെൺകുട്ടി ഉണ്ടാകാമല്ലോ എന്നതുപോലെയാണ് ഞാൻ വിചാരിച്ചത്. ഒരാളത് കൽപ്പനയായിരുന്ന പരവായില്ല, 3 പേർക്കും അതങ്ങനെ കൽപ്പനയായിരിക്കും. മറ്റൊരു സംശയം എന്തെന്നാൽ ആ കുട്ടികൾക്ക് മുമ്പോ പിന്നോ ആ പെൺകുട്ടിയെ കണ്ടിട്ടേ ഇല്ല. 5 ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ച ആ മരിയ, 7ാം ക്ലാസ് ഈ സെക്ഷനിൽ പഠിച്ച ആ മരിയ എങ്ങനെ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ കണ്ണിൽ പ്രത്യക്ഷപ്പെട്ടു? നന്നായി കണ്ടു എന്നോ അങ്ങനെ പോലും പറയാൻ കഴിയില്ല. സംസാരിച്ചിരിക്കുന്നു. ശരി, ഇതെനിക്ക് 12 ദിവസമായി ഉറക്കം തന്നെ വന്നിട്ടില്ല. ഇത് കേട്ടപ്പോൾ, കാരണം എനിക്കും സ്കൂളിൽ ചില സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ അവിടെയും എനിക്ക് ഇതുപോലെയുള്ള ചില സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ടോന്നാണെങ്കിൽ കമന്റിൽ താഴെ പറഞ്ഞ് അറിയിക്കൂ. ഒരു വലിയ കഥയാണെങ്കിൽ അപ്പം ഞാൻ പ്രഭാകരൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. എന്നെ ഇൻബോക്സിൽ കോൺടാക്ട് ചെയ്യൂ. നിങ്ങളുടെ കഥ എനിക്ക് ഷെയർ ചെയ്യൂ. ഡോക്ടർ എനിക്ക് ഈ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ശരീരത്തിൽ പൊളകണ്ടായി. ഇപ്പോഴും എനിക്ക് അതുപോലെയാ തോന്നണേ. എപ്പടി ആയിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാൾ മരിച്ചുപോയി, അവൾ ഒരു പെൺകുട്ടിയാണ്. ഇവരുടെ അടുത്ത് വന്നിങ്ങനെ സംസാരിക്കില്ലോ? ഓക്കെ, ഈ കഥ ഇതുവരെ മാത്രമാണ് അവൻ എനിക്ക് പറഞ്ഞത്. അതുകൊണ്ട് അവൻ പറഞ്ഞിടത്തോളം ഞാൻ പൂർത്തിയാക്കി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ, ഒരു ഭയാനകമായ അനുഭവം തന്നെയാണ് ഈ കഥ നൽകിയത്. അങ്ങനെയാണെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യൂ, ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. താഴെ കമന്റിൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. ഞാൻ ഇന്നലെ പറഞ്ഞ ഈ അനുഭവം അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടോ? ഇതിനകം മരിച്ചുപോയ ഒരാളെ നിങ്ങൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? അത്തരം അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റിൽ പറയൂ. ഇത് സംഭവിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും, പ്രത്യേകിച്ച് അഞ്ജലി, പ്രമാസ് എന്നിവർക്കും. മിസ്റ്റർ പ്രഭാകരന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പക്കത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ബൈ.